നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിൽ നിന്നുള്ള സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി ബഹ്റൈനിലെ വിനോദസഞ്ചാര മേഖല. കോവിഡ് മഹാമാരിയെ തുടർന്ന് കടുത്ത പ്രതിസന്ധി നേരിട്ട വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് സഞ്ചാരികളുടെ വരവ്. മെയ് 17 മുതലാണ് സൗദി അന്താരാഷ്ട്ര അതിർത്തികൾ തുറക്കുന്നത്. വരും ദിവസങ്ങളിൽ സഞ്ചാരികളെ സ്വീകരിക്കാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തയ്യാറെടുത്തതായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി അറിയിച്ചു. COVID-19 മുൻകരുതലുകൾ പൂർണ്ണമായി പാലിക്കാൻ നടപടികളും സ്വീകരിച്ചിരിക്കുന്നു. കുടുംബ വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങൾക്ക് അവധി ആഘോഷിക്കുന്നതിന് പ്രിയപ്പെട്ട സ്ഥലമാണ് ബഹ്റൈൻ. ബഹ്റൈനിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കാൻ ഈദ് മുതൽ കോവിഡ് മുൻകരുതൽ നടപടികളിൽ മാറ്റം പ്രഖ്യാപിച്ചിരുന്നു. ഇവിടങ്ങളിൽ നിന്ന് വരുന്നവർ കുത്തിവെക്കപ്പെടുകയോ രോഗമുക്തരാവുകയോ ചെയ്തവർക്ക് കോവിഡ് പരിശോധനകളും ക്വാറന്റൈനും ഒഴിവാക്കി. ഇവർക്ക് വിവിധ ഇൻഡോർ സേവനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. കിങ് ഫഹദ് കോസോയിലൂടെ വരുന്ന സൗദി യാത്രക്കാരെയാണ് ബഹ്റൈൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സൗദി യാത്രക്കാരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അതോറിറ്റി പ്രചാരണം ആരംഭിച്ചു. സഞ്ചാരികളെ സ്വാഗതം ചെയ്ത് മെയ് 17 മുതൽ 23 വരെ കോസോയിലെ കൺട്രോൾ റൂം, വിവിധ തെരുവോരങ്ങളിലെ പ്രധാന കെട്ടിടങ്ങളും സഞ്ചാരികളെ സ്വാഗതം ചെയ്ത് മെയ് 17 മുതൽ 23 വരെ കോസോയിലെ കൺട്രോൾ ടവറും വിവിധ തെരുവോരങ്ങളിലെ പ്രധാന കെട്ടിടങ്ങളും ചുവപ്പും പച്ചയും നിറത്തിൽ അലങ്കരിക്കും. വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണ ബിൽബോർഡുകളും സ്ഥാപിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സഞ്ചാരികളെ സ്വീകരിക്കാൻ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ ഒരുക്കങ്ങളും അതോറിറ്റി വിലയിരുത്തി. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ നാസർ അലി ഖാദി പറഞ്ഞു. മികച്ച സേവനങ്ങൾ നൽകാൻ അതോറിറ്റി തയ്യാറെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു.